നമസ്കാരം, എൻ്റെ പേര് മഹാദേവനയാർ. ഞാൻ ആലപ്പുഴക്കാരനാണ്. പണ്ടൊക്കെ മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റിൽ വായുവും ജലവും ഭക്ഷണമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ആ ലിസ്റ്റിലോട്ട് മൊബൈലും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഒരു മനുഷ്യന് 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റൊക്കെ വരെയൊക്കെ ശ്വാസം പിടിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ മൊബൈൽ ഉപയോഗിക്കാതെ 1 മിനിറ്റ് പോലും പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യകാലങ്ങളിൽ, അതായത് ഈ മൊബൈലൊക്കെ ഇറങ്ങുന്ന സമയത്ത്, ഒരു 50 വയസ്സിന് മേലോട്ടുള്ളവർ ഇത് ഉപയോഗിക്കത്തുമില്ലായിരുന്നു. 15 വയസ്സിന് താഴോട്ടുള്ളവരെ കൊണ്ട് ഉപയോഗിപ്പിക്കത്തുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത് ഈ 2 കാറ്റഗറിക്കാരുമാണ്. ഫേസ്ബുക്കിലൊക്കെ അമ്മാവന്മാരെ തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വാർദ്ധക്യ പെൻഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന രീതിയിലോട്ട് വരെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് പറയാൻ തന്നെ കാരണം, ഞങ്ങളുടെ അടുത്തൊരു അമ്മാവൻ എൻ്റെ അമ്മൂമ്മ മരിച്ച ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കാണ്. അതായത് ഇട്ടത് ഞാനും അമ്മൂമ്മയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയും കോമൺ ആയിട്ട് ഒരാദരാഞ്ജലി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനാണോ അമ്മൂമ്മയാണോ ഞങ്ങൾ ഒരുമിച്ചാണോ മരിച്ചതെന്ന് വരെ തോന്നും. എൻ്റെ വീട്ടിൽ സ്മാർട്ട് ഫോണിന് വന്ന മാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ അമ്മ TV-യുടെ ആളും ഞാൻ മൊബൈലിൻ്റെ ആളുമായിരുന്നു. ഒരു 21 ഇഞ്ച് സ്ക്രീനിൽ ഇത്രയും ഒച്ചയും ബഹളവും വെളിച്ചമൊക്കെ ആയിട്ട് ഒരു 6:30 തൊട്ട് 10:10 വരെ ഒരേ സമയം പല ചാനലിൽ പല സീരിയലിൽ മാറ്റി മാറ്റി വെച്ച് കണ്ടിട്ട് വരുന്ന അമ്മ മൊബൈലും കൊണ്ടിരിക്കുന്ന എന്നെ കാണുമ്പോഴത്തേക്കും പറയും, നീ ഇതേക്കുത്ത് നിന്റെ ജീവൻ തീർത്തു, നിന്റെ കണ്ണും തലയൊക്കെ അടിച്ചു പൊക്കോളും. കണ്ണിന്റെ കാര്യം ഓക്കെയാണ്, പക്ഷെ തലയുടെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അലസത, വിരസത തുടങ്ങി ബുദ്ധിമാന്ദ്യം വരെ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ട് സംഭവിക്കാമെന്നാണ് അയൽക്കൂട്ടം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അമ്മയും സഹ സയന്റിസ്റ്റുമാരോടെ കണ്ടെത്തിയിരുന്നത്. ഇന്ന് അവർക്കെല്ലാവർക്കും കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ അയൽക്കൂട്ടം ചർച്ച തുടങ്ങി അയലക്കൂട്ടാൻ റെസിപ്പി വരെ വരും. നാട്ടിലുള്ള പിള്ളേരെ കുറിച്ചുള്ള കുറ്റമറച്ചിലൊക്കെ ഡിജിറ്റലായെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ സർക്കാർ ആശുപത്രിയിൽ എന്തിനു ചെന്നാലും പാരസിറ്റമോൾ തരുന്ന പോലാണ്. എൻ്റെ അമ്മയുടെ അടുക്കെ എൻ്റെ എന്ത് അസുഖം പറഞ്ഞാലും അമ്മ പറയും, നീ ആ മൊബൈലെ കുത്തൊന്ന് കുറച്ചാൽ മതിയെന്ന്. എനിക്ക് പല്ലുവേദന വന്നപ്പോൾ പോലും മൊബൈലെ കുത്ത് കുറച്ചാൽ മതി എന്ന് പറഞ്ഞ അമ്മ ഇപ്പോൾ പല്ലുവേദന തൊട്ട് പല്ലിയെ ഓടിക്കുന്നുള്ള ടിപ്പ് വരെ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. പണ്ടൊക്കെ മൊബൈലിലും കമ്പ്യൂട്ടറിലും മാത്രമേ വൈറസ് ഉള്ളായിരുന്നു. ഇപ്പോൾ അത് മനുഷ്യരിലോട്ടും കയറി തുടങ്ങി. ഇതാദ്യമായിട്ട് എനിക്കെങ്ങാനും വരുന്നു വന്നെങ്കിൽ ഇത് മൊബൈലിൽ നിന്ന് കയറുക എന്ന് വരെ വേണമെങ്കിൽ അമ്മ പറഞ്ഞു. ഈ അസുഖത്തിൻ്റെ കാര്യമൊക്കെ പോട്ടേന്ന് വെക്കാം, പക്ഷെ പഠിത്തത്തിൻ്റെ കാര്യം അമ്മയോട് പറയുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എൻ്റെ ഒരു പഠിത്തത്തിൻ്റെ പ്രൊഫൈൽ പോയത് അങ്ങനെ തന്നെയായിരുന്നു. അത് ഈ മൊബൈൽ ഉപയോഗം കൊണ്ടാണെന്നാണ് അമ്മ പറയുന്നത്. ഒരു 5ാം ക്ലാസ് വരെയൊക്കെ എല്ലാവരെയും പോലെ എൻ്റെ ആഗ്രഹം പൈലറ്റ്, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരുന്നു. 5ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ തന്നെ പൈലറ്റ് പറന്നുപോയി. പിന്നെ MBBS പഠിക്കാമെന്ന് വിചാരിച്ചു. എനിക്കായിരുന്നെങ്കിൽ ബയോളജിയിലായിരുന്നു താല്പര്യം. പക്ഷേ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ റാങ്കും ഞങ്ങളുടെ പിൻകോഡും ഒക്കെ ഏകദേശം ഒരുപോലായിരുന്നു. ജസ്റ്റ് ഒരു 60,000-നൊക്കെ മുകളിൽ. എനിക്കൊരു +1 പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മൊബൈൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് 10ാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ചെറുക്കനാ പിന്നെ അങ്ങോട്ട് ഉഴപ്പിപ്പോയെന്നാണ്. എനിക്കതിൽ മാത്രമാണ് ഒരു വിഷമമുള്ളത്. കാരണം 10ാം ക്ലാസ്സിലെ സിലബസും +1 സിലബസ് എന്നൊക്കെ പറഞ്ഞാൽ പൂച്ചയും പുലിയും പോലെയാണ്. ഇവരെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എവിടൊക്കെയോ എന്തൊക്കെയോ ഒരുപോലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. അത്രയും കാലം ബാർബി ഡോളിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നവനോട് നാസിക് ഡോൾ കളിച്ചോ എന്ന് പറഞ്ഞ പോലാണ്. അതായത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബൾബിൻ്റെ ഫിലമെൻറ്റിന് ഉപയോഗിക്കുന്നത് എന്ത്? ഉത്തരം ടങ്സ്റ്റൺ. ഇത് ടങ്സ്റ്റൺ എഴുതുന്നവനും പരീക്ഷയ്ക്ക് എഴുതുന്നവനും ഇത് പുറകിരുന്ന് നോക്കി എഴുതുന്നവൻ ഈ ടങ്സ്റ്റൺ എന്നുള്ളത് ഐൻസ്റ്റീൻ എന്ന് വായിച്ചിട്ട് അത് കൂട്ടക്ഷരത്തിൽ എഴുതി വെച്ചാലും 2 പേർക്കും ഒരു മാർഗ്ഗ. ഈ ബൾബും കൊണ്ട് +1 ചെന്നിരുന്നു കഴിഞ്ഞാൽ ഫിലമെൻ്റ് അടിച്ചു പോകും. പക്ഷെ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. ഞാൻ PG വരെ പഠിച്ചു. മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അമ്മ PhD വരെ എടുത്തു. പണ്ട് സാധാരണ രീതിയിൽ മുട്ട ഒഴുകിക്കൊണ്ടിരുന്ന അമ്മ ഇപ്പം യൂട്യൂബിൽ നോക്കിയിട്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഇഡലിക്കുട്ടകത്തിന് തട്ടിൽ പൊട്ടിച്ചിട്ട് പുഴുങ്ങിയ മുട്ട എന്നൊക്കെ പറഞ്ഞ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. പണ്ടൊക്കെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പാടുപെട്ട അമ്മ ഇപ്പം പല ആപ്പിൻ്റെയും സബ്സ്ക്രിപ്ഷനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ പണ്ട് മൊബൈലിൽ വല്ല സിനിമയോ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെവിടെങ്കിലും തട്ടിയും മുട്ടിയും പൊട്ടി പോണേന്ന് പറഞ്ഞ അമ്മ ഇപ്പൊ തട്ടിയും മുട്ടിയും പോലും കാണുന്നത് മൊബൈലിലാണ്. കൊള്ളായിരുന്നു. ബമ്പർ അടിച്ചിരിക്കുകയാണ്.